ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബെയർ 650യുടെ ഒരു അപ്ഡേറ്റ് പറയാനാണ്. നമ്മുടെ ബെയർ 650ക്ക് നമ്മളൊരു എക്സോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സോസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. നമ്മൾ എക്സോസ്റ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു ബൈക്ക് സ്റ്റേഷനിലോട്ടാണ്. ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ആറ്റുകാൽ പോകുന്ന റോഡിലുള്ള ഒരു സ്പീഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു ബൈക്ക് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സോസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബൈക്ക് ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലാണുള്ളത്. ഇതാ അവിടെ ഇരിപ്പുണ്ട് ബൈക്ക്. ഓക്കെ, അപ്പോൾ ബൈക്കുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ പോയി പറയാം. അവിടെ നിങ്ങളെക്കാത്ത് കുറേ സർപ്രൈസ് ഇരിപ്പുണ്ട്. അത് അവിടെ വെച്ച് കാണിച്ചു തരാം. അതായിരിക്കും അതിൻ്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അവിടെ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. സ്പീഡ് ഹൗസിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഏതൊക്കെ വണ്ടികളാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു ഡുക്കാട്ടിയൊക്കെ ഇരിപ്പുണ്ട്. യെസ് അല്ലേ. പിന്നെ Z800 ഉണ്ട്. പിന്നെ RSV4, അങ്ങനെ കുറച്ച് ബൈക്കുകളുണ്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റുകാലിലോട്ട്, അതായത് ട്രിവാൻഡ്രത്ത് PRS ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ആറ്റുകാലിലോട്ട് പോകുന്ന വഴിക്കാണ് ഇരിക്കുന്നത്. യെസ്, ആണ് സ്പീഡ് ഹൗസ്. ഉണ്ടല്ലോ. ഓക്കെ, ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്ന വണ്ടികൾ. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. R6 30 S1000 അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ജിതിൻ. എക്സോസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ എക്സോസ്റ്റ് ഇളക്കിയിട്ട് നമ്മൾ വയ്ക്കാൻ പോകുന്ന എക്സോസ്റ്റ് എന്ന് പറയുന്നത് സിൽവർ സ്റ്റാലിയൻ്റെ എക്സോസ്റ്റാണ്. സിൽവർ സ്റ്റാലിയൻ്റെ എക്സോസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സോസ്റ്റ്, സിൽവർ സ്റ്റാലിയൻ. അപ്പോൾ ഈ എക്സോസ്റ്റ് സിസ്റ്റമാണ്, ഫുൾ സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ബാക്കിയുള്ള ബെൻഡ് പൈപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതായിരിക്കുന്നു ബാക്കിയുള്ള പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സോസ്റ്റ്, സിൽവർ സ്റ്റാലിയൻ. ബെയറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. കോമൺ ആയിട്ട് നമ്മുടെ GTയുടെയൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതിപ്പം ഈ ഇടയ്ക്ക് ബെയറിന് വേണ്ടിയിട്ട് സ്പെഷ്യലി വന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. എന്തായാലും സൂപ്പറായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപാട് ഞാൻ നോക്കിയായിരുന്നു, ബെയറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി അങ്ങനെ ഇറങ്ങിയിട്ടില്ല അധികം. സോ താങ്ക് യു സിൽവർ സ്റ്റാലിയൻ ഫോർ ദിസ് വണ്ടർഫുൾ എക്സോസ്റ്റ്.
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ സ്റ്റാലിയൻ എക്സോസ്റ്റിൻ്റെ സൗണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും നമ്മുടെ ബെയറിൻ്റെ സിൽവർ സ്റ്റാലിയൻ എക്സോസ്റ്റ് വെച്ചിട്ടുള്ള സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ നല്ല സൗണ്ടാണ്, സ്വീറ്റായിട്ടുള്ള സൗണ്ടാണ്. കാരണം വളരെ ഭയങ്കരമായിട്ടുള്ള ഒച്ചയൊന്നുമില്ല, നോർമലാണ്. നമുക്ക് അത്യാവശ്യം ക്രൂസ് ചെയ്ത് പോകുമ്പോഴുള്ള സൗണ്ടും ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ എക്സോസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരു പ്യുവർ എക്സോസ്റ്റ് സൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവും. ബാക്കി നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ സ്പീഡ് ഹൗസ് തന്നെയാണ്. സ്പീഡ് ഹൗസ് കുറച്ച് സമയം എടുത്തെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ഹൗസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം ലിങ്ക്. എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ലിങ്കും എൻ്റെ ഷോപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ ബൈക്ക് റിലേറ്റഡ് വീഡിയോസ് കുറച്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വഴിയെ വരുന്നതാണ്. പിന്നെ അല്ലാതെയുള്ള അല്ലറ ചില്ലറ വീഡിയോസും അതിൻ്റെ കൂടെ വരും. പിന്നെ ഓരോ എക്സ്പ്ലോറിങ് ടൈപ്പ് വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു, ബൈ.